അവൻ്റെ ദാമ്പത്യ ജീവിതം ഭദ്രമാകുന്നു. ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ആനന്ദിൻ്റെ അഹല്യയുടെ ഹൽദിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ കൊട്ടാരക്കര പട്ടാഴി വെച്ചിട്ടാണ് ഹൽദി, അവരുടെ വീട്ടിലാണ്, അഹല്യയുടെ വീട്ടിൽ. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ പോയപ്പോഴത്തേക്കും പെട്ടെന്നൊരു കാഴ്ച, ഒരു അമ്മ പറ്റ അളിയന്മാരെ പോലെ രണ്ടുപേര് പോകുന്നത് കണ്ടു. ഇങ്ങനെ കുറച്ച് ട്രോളിയിട്ട് ഞങ്ങളവിടെ നിന്നു. അപ്പോൾ നമ്മളിത് അപ്പച്ചയുടെ മക്കളും നന്ദു ആനന്ദും ഒക്കെയാണ്, അവരുടെ മക്കളും ഒക്കെയാണ്. അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെ വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നമ്മൾ ആകെ പോസ്റ്റായിപ്പോയി. ഈ ആനന്ദ് ഞങ്ങൾക്ക് പണി തന്നു കേട്ടോ. ഞങ്ങൾക്ക് നേരത്തെ ഇറങ്ങാൻ പറഞ്ഞിട്ട് ഫോട്ടോഗ്രാഫേഴ്സും ഇല്ല, ആരും ഇല്ല. അവസാനം ഞങ്ങൾ 2 മണിക്കൂർ പോസ്റ്റായിപ്പോയി. അപ്പോൾ ഈ ഹൽദി നടക്കുന്നത് ഒരു സ്കൂളിലാണ് കേട്ടോ. വീട്ടിൽ അത്രയും സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൊട്ടടുത്തൊരു സ്കൂളിലാണ് ഹൽദി ഫംഗ്ഷൻ വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ അങ്ങോട്ട് പോവാണ്. പോയിട്ട് അതിൻ്റെ സറൗണ്ടിങ്സ് കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് വരാമെന്ന് കരുതി. എന്തായാലും പോസ്റ്റായി പോയി. അപ്പോൾ പിന്നെ എല്ലാം ഒന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതി സ്റ്റേജൊക്കെ ഡെക്കറേറ്റ് ചെയ്തതും എല്ലാം നോക്കാൻ പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം സ്കൂളിൻ്റെ ചുറ്റുപാടുമൊക്കെ കണ്ടിട്ട് അവിടുത്തെ കുറേ സ്ഥലമൊക്കെ അവർക്ക് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നതുണ്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയി ചുമ്മാ ഇരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അങ്ങനെ നമ്മളുടെ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്നത്. അങ്ങനെ നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ എവിടെയാണ് ഒരു നല്ല പ്ലേസൊക്കെ ഉള്ളത്, കുറച്ച് പീസായിട്ടിരിക്കാമെന്ന് കരുതിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇറങ്ങിയപ്പോൾ എന്തോ വലിയ ഗ്രൗണ്ട് പോലെയൊക്കെ കണ്ടു. അവിടെ നിന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാമെന്ന് കരുതി അങ്ങോട്ട് ഇറങ്ങി. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തപ്പോഴത്തേക്കും ഫോട്ടോഗ്രാഫേഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്നും ചെയ്യാനില്ലാതെ പോസ്റ്റ് അടിച്ചിരിക്കുമ്പോൾ ഞാൻ കരുതി ഞാൻ എൻ്റെ കുറച്ച് വീഡിയോസ് സെൽഫീസൊക്കെ എടുക്കാമെന്ന് കരുതി. അപ്പോൾ എനിക്ക് ഈ ഡ്രസ്സ് ചെയ്തു തന്നത് 999 ഡിസൈനർ സ്റ്റുഡിയോ, ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് അവർ ചെയ്തു തന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിള്ളേരുടെ കൂടെയൊക്കെ ഇങ്ങനെ കളിക്കാനും ഒക്കെ ഇങ്ങനെ നടന്നു. അവരെന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ഫോട്ടോഗ്രാഫേഴ്സ് വന്നു, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ പിന്നെ അവരുടെ കുറച്ച് ഷൂട്ട് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും പോസ്റ്റായി. നമ്മളവിടെ ഇരുന്ന് കാണും, അവർ വീഡിയോ എടുക്കും അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കും. നമ്മളിതൊക്കെ കണ്ട് സൈഡിൽ നിന്ന് ഞാനും കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. എമർജൻസി ആയിരുന്നു. കാര്യം കഴിയണം. ഡെക്കറേഷനൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ വെച്ചു ഞങ്ങളുടെ ഹെൽത്തിയാണോ അതുപോലെയൊക്കെ ഉണ്ട്. അങ്ങനെ വിചാരിച്ചു. അങ്ങനെ കുറച്ചു നേരം പോയിരുന്ന് അവിടെ ഇരുന്ന് ചുമ്മാ ആക്ടിങ് ആണ് കേട്ടോ. ചുമ്മാ ഇരുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ അഹല്യയുടെ ഫാമിലി മൊത്തം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ മേളമായിരുന്നു കേട്ടോ. അവരാണ് പിന്നെ തകർത്തത് ഫുള്ള്. ഒരു രക്ഷയില്ലാത്ത പ്രോഗ്രാംസൊക്കെ ആയിരുന്നു അവർ അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ അവരുടെ കൂടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മളുടെ ഫാമിലി ഫോട്ടോസൊക്കെ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഇപ്പോൾ കാണാം. ഗ്യാപ്പിട്ട് വന്നിട്ട് അടുത്ത് പറഞ്ഞ അതൊന്ന് പൊട്ടിച്ചു മുള്ളിൽ പൊട്ടിച്ചു മൂവ്മെന്റ് കൊടുത്തിരുന്നു അങ്ങോട്ട് മൂവ്മെന്റ് കൊടുത്ത് നല്ല ചിരിച്ചു പൊട്ടിച്ചു നല്ല ചെയ്തു. നിങ്ങൾ രണ്ടുപേരെ ഫ്രണ്ടിൽ തലയും വെച്ചു. നിങ്ങൾ തമ്മിൽ കവളമ്മ അങ്ങ് അടുപ്പിച്ച് വെച്ചു. അടുത്തിട്ടുള്ളൂ തല അങ്ങോട്ട് അടുക്കട്ടെ. ഗ്യാപ്പിട്ട് ഒന്നോളം അടുക്കണേ. അങ്ങനെ ഗ്യാപ്പിട്ട് ഒന്നോളം അങ്ങനെ അടുക്കണേ.
ഗ്യാപ്പിട്ടോ നല്ല ഗ്യാപ്പിട്ടോ എന്നിട്ട് നല്ല പൊട്ടിച്ചിരിച്ചോണ്ട എല്ലാവരും മുകളിലേക്ക് പോയി എടുത്ത് ബ്രോ കുറച്ചുകൂടെ സ്പീഡ് ചെയ്യണേ ബ്രോ. ഓക്കെ റെഡി 3 2 1 ക്ലോസ് ആയി ഈ ക്യാമറ നോക്കി ചിരിക്കണേ. ക്ലോസ് ആയിക്കോ പൊട്ടിച്ചിരിച്ചു ഇവിടെ തല അടുക്കട്ടെ ബ്രോ. പൊട്ടിച്ചിരിച്ചു ആക്ച്വലി ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ആദ്യം വന്നിട്ടുള്ളായിരുന്നു. അച്ഛനും അമ്മയും പിന്നെയാണ് വന്നത് കേട്ടോ. അപ്പോൾ അവരെത്തിയപ്പോഴത്തേക്കുമാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നത്. അങ്ങനെ പിന്നെ അവരുടെ കൂടെ കുറേ ഫോട്ടോസ് എടുത്തു, അമ്മൂമ്മയുടെ കൂടെ എടുത്തു, പിന്നെ ഞങ്ങൾ എല്ലാവരോടും നിന്ന് ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഇനിയാണ് നമ്മളുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്, സെറ്റായി ഇരിക്കുകയാണ് ഹൽദി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ആങ്കറിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്കിനി കണ്ടിട്ട് വരാം കേട്ടോ. Somebody who have no clue about this function, let me describe what it is. Haldi ceremony has different meaning or significance in different cultures across India. മലയാളം മതിയോ? എല്ലായിടത്തും പല പല മീനിങ്സ് ആണ് ഹൽദി കൾച്ചറിനുള്ളത്. ആദ്യം നമ്മൾ ഇത് നടത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ബ്രൈഡ് ആൻഡ് ഗ്രൂമിന് കൂടെ ലൈഫ് ലോങ് അവരുടെ കൂടെ ഉണ്ട് എന്ന് അറിയിക്കാനും അതുപോലെ തന്നെ അവർക്ക് മുകളിൽ ഉണ്ടാകുന്ന എല്ലാ ഈവിൾ ആയിട്ടുള്ള എല്ലാ അബോഷൻസിനെയും നമ്മൾ മാറ്റാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഹൽദി എന്നൊരു ആഘോഷം നടത്തുന്നത്. ഇപ്പോൾ വളരെ എല്ലാ വെഡിങ്ങിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഒരു സന്തോഷം നമ്മുടെ കുടുംബത്തിനും വന്നു ചേർന്നിരിക്കുകയാണ്. അതിനായി എല്ലാവരെയും, നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ ഈ ഫംഗ്ഷനിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഹൽദി നടത്താൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ആളുകളാണ് ബ്രൈഡ് ആൻഡ് ഗ്രൂം. അപ്പോൾ ഞങ്ങളുടെ ബ്യൂട്ടിഫുൾ, എനിക്ക് പറയാൻ അറിയില്ല ബ്യൂട്ടിഫുൾ എന്ന് മാത്രം മതിയോ എന്ന്, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഞങ്ങളുടെ പ്രിൻസസ് അഹല്യയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഒരു കൈയടി കൊടുത്താൽ അഹല്യ വളരെ സന്തോഷത്തോടു കൂടി കയറി വരുന്നത്. कभी मैच किया रे, कभी छोड़ दिया रे, कभी मैच
അടുത്തതായി ആനന്ദ്, പ്ലീസ് കം. ഇന്ന് കൈയടിച്ചേ, നമ്മുടെ പയ്യനല്ലയോ? സെറ്റായോ? ശരിയാന്ന് ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡാൻസ് കണ്ട് എല്ലാവരും ക്ഷീണിച്ചു അല്ലയോ? ക്ഷീണിച്ചോ? ക്ഷീണിച്ചില്ലയോ? പക്ഷെ കളിച്ച് ഞങ്ങൾ ക്ഷീണിച്ചു. അതുകൊണ്ടേ നമുക്കൊരു പാട്ട് കേട്ടാലോ? വേണോ? എന്താണോ ആരും അഭിപ്രായം ഒന്നും പറയാതെ? വേണോ? ആ ഫ്രണ്ടിലിരിക്കുന്ന കുഞ്ഞെന്ന് പറഞ്ഞേ. ഓക്കെ, സെറ്റ്. അങ്ങനെയാണെങ്കിൽ വളരെ കഴിവുള്ള അദ്ദേഹം ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ആണ്. അദ്ദേഹത്തിന് അറിയാമല്ലോ, നമുക്ക് ജന്മസിദ്ധമായി കിട്ടുന്ന കഴിവുകളിൽ ഒന്നാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഈ ഒരു കലാസിദ്ധി. അത് ഇവിടെ പ്രകടിപ്പിക്കാനുള്ള അവസരം ഞങ്ങൾ നൽകുകയാണ്. ആശിഷ്, പ്ലീസ് കം. ഹിന്ദി പാട്ട് കേട്ടാണ്. പാട്ട് സെറ്റാക്കുന്നവരെ നമുക്കൊരു രണ്ടുപേരും മലയാളം പാട്ട് കേൾക്കാം. മലരെ നിന്നെ കാണാതിരുന്ന മിഴിവേകിയ നിറമെല്ലാം മായുന്ന പോലെ അലിവോടെന്നരികത്തിന്നണയാതിരുന്ന അഴകേകിയെല്ലാം അകലുന്ന പോലെ ഞാൻ എൻ്റെ ആത്മാവിനാഴത്തിനുള്ളിൽ അതിലോലമാരോരും അറിയാതെ സൂക്ഷിച്ച താളങ്ങൾ രാഗം ഈണങ്ങളായി ഓരോരോ വർണ്ണങ്ങളായി ഇടറുന്നൊരെൻ്റെ ഇടനെഞ്ചിനുള്ളിൽ പ്രണയത്തിൻ മഴയായി നീ പൊഴിയും നീ നാട് തളരുന്നൊരെൻ്റെ തണുതോറും നിന്റെ അലതെല്ലും പ്രണയത്താൽ ഉണരും മലരെ അഴകേ. It was an awesome performance. Let me invite the parents of Anand and Ahalya onto the stage. നമ്മൾ ഈ ചടങ്ങിൽ ആദ്യമായി മഞ്ഞൾ ബ്രൈഡിന്റെയും ഗ്രൂമിനെയും മുഖത്ത് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. And that shows the act will purify their heart, mind and soul. അവരുടെ ഭാവി ജീവിതം സന്തോഷകരമാക്കാൻ വേണ്ടി എല്ലാ കണ്ണുകളും മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചടങ്ങ് നടത്തുന്നത്. Who fell in love first? Oh!
എത്ര പോയിന്റ് കിട്ടി? 1. Who is more romantic? തെറ്റിപ്പോയിരിക്കുന്നു. തെറ്റിന്ന് പറയാലോ. ഓക്കെ. Who is more likely to start an argument? ആദ്യം വഴക്കുണ്ടാക്കുന്ന ആരാണ്? ഓക്കെ, അഹല്യാണ് കേട്ടോ. അപ്പോ 2 പോയിന്റ് ആയിട്ടുണ്ട്. ഓക്കെ. Who gives better surprises? സർപ്രൈസസ് കൊടുക്കുന്ന ആരാണ്? പോയി. ഓക്കെ, അവിടെ പോയി. 2 മീൻസ് 2 മാത്രമേ കിട്ടിയിട്ടുള്ളൂ 4 ക്വസ്റ്റ്യനിൽ നിന്നും. Who works harder? ഏറ്റവും കൂടുതൽ എന്ത് കാര്യത്തിനും വർക്ക് ഹാർഡ് ചെയ്യുന്നത് ആരാണ്? ഹാർഡ് വർക്ക് ചെയ്യുന്നത് ആരാണെന്ന്? ഓ, അഹല്യ. അങ്ങനെ അവർക്ക് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. Who is more likely to apologize first? ഓ, അത് ആനന്ദാണ്. 2 പേർക്കും ശരിയായി. ഇപ്പൊ എത്ര പോയിന്റ് ആയി? 4 പോയിന്റ്. ഓക്കെ. Who made the first move? എന്നുവെച്ചാൽ ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്? ഓക്കെ. 5 പോയിന്റ് ആയില്ലേ? Who spends the most time on their phone? ഫോണിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ആരാണെന്ന്? 2 അല്ല, അത് പറ്റില്ല. ഒരാളെ പറയൂ. ഓക്കെ, അഹല്യ. They got 6 points. 7 points. Okay. Then, who is more likely to be running late? എന്നുവെച്ചാൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ താമസിച്ചു വരുന്ന ആരാണെന്ന്? തെറ്റിപ്പോയി. ഓക്കെ, ഇപ്പോഴത്തെ അവസ്ഥയിലാണ്. ഭാവി മാറാം. അപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് ആയി? 9. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എത്ര പോയിന്റ് ആയി? 6 പോയിന്റ്. 7 പോയിന്റ്. കുഴപ്പമില്ല. 10 7 പൊരുത്തം പറയുന്നത് നല്ല പൊരുത്തമല്ലയോ? ഓക്കെ. Who has a crazier family? ക്രേസിയസ്റ്റ് ആയിട്ടുള്ള ഫാമിലി ഉള്ള ആർക്കാണ്? 2 പേരുടെ ഫാമിലി ക്രേസി ആണെന്ന് മനസ്സിലായി കേട്ടോ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ നല്ല ജോഡി കിട്ടിയിട്ടുണ്ട്. ഇവരെക്കാളും ജോഡി വേണ്ടത് ഫാമിലിക്ക്. അപ്പൊ 2 എന്തുണ്ട്? ക്രേസി എലമെന്റ്സ് ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ അവർക്ക് 8 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. അല്ല, ഓക്കെ, 7 പോയിന്റ്സ്. അപ്പോ അവർക്ക് 10 7 പൊരുത്തമുണ്ട്. കുഴപ്പമില്ല. 5 കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണല്ലോ. ആണോ? അത് 10 പോയിന്റ് വേണമെന്നുണ്ടോ? വേണ്ട, 7 മതി. ഓക്കെ, ഞങ്ങളുടെ പിള്ളേർ പൊളിയാ. ഓക്കെ. അപ്പൊ ഗെയിം ഇവിടെ എൻഡ് ചെയ്തിരിക്കുന്നു. താങ്ക് യു. ഓരോരുത്തരും ആദ്യം എടുത്ത് പരിചയപ്പെടാം. എങ്ങനെയാണ് ആനന്ദമായിട്ട് റിലേഷൻ നമുക്കൊന്ന് അറിയണ്ടായോ? വേണോ? വേണ്ടായോ? വേണം അല്ലേ? അമ്മ പറയൂ വേണം. പറയൂ. ഒരു പേര്. കുഞ്ഞിന്റെ പേര് അഭിനവ് എന്നാണ്. ആനന്ദ് മാമനാണ്. ഓക്കെ. കുഞ്ഞിന്റെ പേര് എത്ര പഠിക്കുന്നു? UKG പഠിക്കുന്ന വലിയ ആളാണ് കേട്ടോ. ആനന്ദിന്റെ ആനന്ദാരാ? മാമൻ. ഓക്കെ. ആനന്ദിന്റെ ഹൃദയലക്ഷ്മി. ആള് മുന്നേ തന്നെ പേര് വരുന്നതാണല്ലേ. നീരജ ആനന്ദിന്റെ ബ്രദറിന്റെ വൈഫാണ്. കോളേജ് സ്റ്റുഡന്റ് ആണെന്ന് വിചാരിച്ചു. ഞാൻ പോസ്റ്റ് മാറുമെന്ന് തോന്നുന്നു. ഇല്ല. നേരത്തെ നമുക്ക് അഹല്യയുടെ ഫാമിലി പരിചയപ്പെടാം. ഞാൻ ആതിര, അവളുടെ ചേച്ചിയാണ്. ഞാൻ ലക്ഷ്മി, അഹല്യയുടെ വല്യച്ഛന്റെ മോളാണ്. ഞാൻ ശ്രീഹരി, അനിയനാണ്. ഇത് അഹല്യയുടെ കസിൻസും ചേച്ചിയൊക്കെയാണ്, അവരുടെ മക്കളൊക്കെയാണ്. അപ്പോൾ അതെനിക്ക് ഓഡിയോ ഇടാൻ പറ്റിയില്ല, കാരണം അതിന് കോപ്പിറൈറ്റ് വരും. സോങ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു, അതാണ് കേട്ടോ കട്ട് ചെയ്തത്. അടുത്ത ഇനി നമ്മൾ ഡം ഷെറാഡ്സ് കളിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരെയും വിളിച്ചു, അതായത് 5 പേര്
ആനന്ദിൻ്റെ ഫാമിലിയും 5 പേര് അഹല്യയുടെ ഫാമിലിയും. അപ്പം അങ്ങനെയാണ് കോമ്പറ്റീഷൻ നടക്കുന്നത് കേട്ടോ. അങ്ങനെ 1 by 1 ആയിട്ട് ഓരോരുത്തരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയത് പട്ടാളം എന്ന് പറയുന്ന മൂവിയായിരുന്നു. അപ്പോൾ അതെനിക്ക് വളരെ ഈസി ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ തന്നെ എല്ലാവരും പറയുകയും ചെയ്തു കേട്ടോ. ആനന്ദിന്റെ എല്ലാമായ കൈലാസ്. അതെ, ആനന്ദിനെ രക്ഷിക്കോ ഇല്ലയോ നമുക്കിപ്പോ അറിയാം. ആനന്ദിൻ്റെ എല്ലാമായ കൈലാസാണ് ഇനി അടുത്തത് വരുന്നത്. അവൻ എനിക്കൊന്ന് രാജാവിൻ്റെ മകനാണെന്ന് തോന്നി കിട്ടിയത്. അത് നന്ദു ആണ് ആൻസർ പറഞ്ഞത്. അങ്ങനെ നന്ദുവിനെ വിളിച്ചു. ലാസ്റ്റ് നന്ദു ആയിരുന്നു. എനിക്കൊന്ന് നന്ദുവിനെ എനിക്ക് തോന്നുന്നല്ല ആണ് അന്വേഷിപ്പിൻ കണ്ടെത്തു എന്ന സിനിമയായിരുന്നു കിട്ടിയത്. അത് ഭയങ്കര പ്രയാസമായിരുന്നു കേട്ടോ എങ്ങനെ കാണിക്കും എന്നുള്ളത്. പക്ഷെ അത് നന്നായിട്ട് മാനേജ് ചെയ്തു. നോക്കിയോ, പ്രോപ്പർട്ടി ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നന്ദു ഗെയിം ചെയ്തത്. അപ്പം എല്ലാവർക്കും നല്ല ഇഷ്ടമായി അങ്ങനെയൊക്കെ ചെയ്തപ്പോഴത്തേക്കും. എങ്ങനെ കാണിക്കുമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു ഒരു ഫിലിം. അപ്പോൾ അത് പിന്നെ പറയുകയും ചെയ്തു. ആനന്ദാണ് അത് പറഞ്ഞത് കേട്ടോ ആൻസർ. അളിയൻ സെറ്റാണ് കേട്ടോ. അളിയന്റെ മനസ്സിൽ അളിയനെ അറിയുള്ളൂ. അങ്ങനെ 2 ടീമും ഈക്വൽ പോയിന്റ്സ് ആയിട്ട് നിന്നപ്പോഴാണ് വേറൊരാളെയും കൂടെ വിളിച്ചിട്ട് 2 പേർക്കും കാണിച്ചു കൊടുക്കുക. അങ്ങനെ ആരാണ് ഫസ്റ്റ് ആൻസർ പറയുന്നത് ആ ആൾ വിന്നറാവും, ആ ടീം വിന്നറാവും. അങ്ങനെ അഭിജിത്തിനെയാണ് വിളിച്ചത് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 3 ഫിലിം എന്തോ പറഞ്ഞു. പക്ഷേ 2 ഫിലിം 2 ടീമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 3ാമത്തെ ഫിലിമിലാണ് പറയുന്ന ആളാണ് വിന്നർ. അങ്ങനെ 2 ഫിലിം ഇത്തിരി എളുപ്പമായിരുന്നു. ഒരു ഫിലിം പറയാൻ പറ്റിയില്ല, മന്ദാകിനി പറയാൻ പറ്റിയില്ല. ആ മൂവി ആർക്കും കിട്ടിയില്ല. എന്താണെന്നറിയത്തില്ല, ആർക്കും അത് ഓർമ്മ വന്നതുമില്ല. അഹല്യയുടെ ടീമാണ് കേട്ടോ വിന്നറായത്. കാരണം അവസാനം നമുക്ക് മലയാളി മാമന് വണക്കം എന്ന് പറയുന്ന ഫിലിമായിരുന്നു. പക്ഷെ അത് നമുക്ക് കിട്ടിയില്ല. നമ്മൾ അങ്ങോട്ട് അത്രയും ചിന്തിച്ചില്ല. പക്ഷെ നേരത്തെയൊക്കെ കളിക്കുമ്പോൾ ഈ ഗെയിം കളിക്കുമ്പോൾ ആദ്യം വരുന്ന ഫിലിമാണിത്. കഥ പറയും അപ്പൂപ്പൻ വീട് നല്ല വീട് വീടന്റെ വീട്.
കാലമായടി തീയാമേ കാശിന്റെ താമസേ തീയാമേ അവരടിക്കണ കാലമായടി തീയാമേ കാശിന്റെ താമസേ തീയാമേ അവരടിക്കണ കാലമായടി തീയാമേ കാശിന്റെ താമസേ ഓരോരുത്തരോടും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു. ഹൽദി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ കൂട്ടുകാരന്റെ. ഇനി നാളെ ഒന്നുമില്ല, മറ്റന്നാൾ കല്യാണം. അതോടെ അവന്റെ ദാമ്പത്യ ജീവിതം ഭദ്രമാകുന്നു. ബൈ.